നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതിൽ നീലറ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. മുൻപ് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയവർ, അറിയാതെ പോയിട്ടുള്ളവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്ക് ഉൾപ്പെടെ 10ാം ക്ലാസ് പാസ്സായവർക്കും +2 ITI ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട്. BTech, ഡിപ്ലോമ, ഡിഗ്രി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അതിന് മുൻപായിട്ട് ഇത് 16/7/2023 വന്നിട്ടുള്ള അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 16/7 മുതൽ 13/8 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 16/12 മുതൽ നിങ്ങൾക്ക് 30/12 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ടെലഗ്രാം ചാനലുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ടെലഗ്രാം ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, നീലറ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത്. സയൻറ്റിസ്റ്റ് C വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് മാത്രമാണ് പറയുന്നത്. സയൻറ്റിസ്റ്റ് C ഉണ്ട്. നിങ്ങൾക്ക് BTech ഒക്കെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതാണ്ട് 2 ലക്ഷം പേരെയൊക്കെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. കൂടാതെ സയൻറ്റിസ്റ്റ് B ഉണ്ട്, വർക്ക്ഷോപ്പ് സൂപ്രണ്ടൻ്റ് ഉണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്, ഡെപ്യൂട്ടി മാനേജർ ഉണ്ട്, പ്രൈവറ്റ് സെക്രട്ടറി, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സ്റ്റോറിലേക്ക് സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട്, സിവിൽ, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ, ലൈബ്രറി അസിസ്റ്റൻറ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. MTSലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് SSLC ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോസ്റ്റാണ്. ഏതാണ്ട് 13ഓളം ഒഴിവുകളുണ്ട്. URന് 8, SCക്ക് 2, OBCക്ക് 3 ഒഴിവുണ്ട്. 18,000 മുതൽ സാലറി ലഭിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊരു പോസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറി അസിസ്റ്റൻറ്റ്, നിങ്ങൾക്ക് ഇതിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ വിത്ത് ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഉണ്ട്. ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ITI ആണ് വേണ്ടത്. 2 ഇയർ റെഗുലർ ആയിട്ടുള്ള ITI കഴിഞ്ഞവർക്ക്, ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഡ്രൈവർ പോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് നിങ്ങൾക്ക് ലൈസൻസ് കൂടി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഡിഗ്രിയാണ് ചോദിക്കുന്നത്, പ്ലസ് നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ ഡിഗ്രി, ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ധാരാളം പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് NITയുടെ സൈറ്റിൽ കയറുകയാണെങ്കിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ കൂടി ഒന്ന് പറയാം. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഫീസ് എന്ന് വെച്ചാൽ ലെവൽ 10ഉം ലെവൽ 7 പേ സ്കെയിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ലെവൽ 1 to ലെവൽ 7 ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും ഈ നോട്ടിഫിക്കേഷനകത്ത് തന്നെ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യണം ഫീ അടയ്ക്കേണ്ടത്. ലെവൽ 10നാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഫീ ആണ്, ലെവൽ 7 വ്യത്യസ്തമായിട്ടുള്ള ഫീ ആണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഫീ അടക്കുക. SC ST PWD വുമൺ കാൻഡിഡേറ്റ്സിനൊക്കെ ലെവൽ 10 ആണെങ്കിൽ 400 രൂപയാണ് ഫീ വരുന്നത്. ലെവൽ 7 ആകുമ്പോൾ 300 രൂപയാണ് ഫീ വരുന്നത്. ജനറൽ ആണെങ്കിൽ 800 രൂപ 600 രൂപയായിട്ട് മാറുന്നതാണ് ഫീ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യുക.